എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സമയത്ത് നമ്മുടെ മനസ്സ് അശാന്തമാണ്, ചില സമയത്ത് വളരെ ഡള്ളാണ്, എന്നാൽ ചില സമയത്ത് വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നു. വേറെ ചില സമയത്ത് ഒന്നും ചിന്തിക്കാത്ത പോലെ ശൂന്യമായിരിക്കും. മനസ്സ് അതേ മനസ്സ് തന്നെയാണ്, പക്ഷേ അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ യഥാർത്ഥത്തിൽ സ്ഥിരമായത് എന്താണ്? വേദാന്തം പറയുന്നു, മനസ്സിനെ മനസ്സിലാക്കുന്നത് തന്നെയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ തുടക്കം. ഇന്ന് നമ്മൾ മനസ്സിന്റെ 5 അവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കാം. മാത്രവുമല്ല, നമ്മുടെ മനസ്സ് നിത്യേന 3 അനുഭവങ്ങളിൽ കൂടിയും കടന്നു പോകുന്നു. അതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് സ്വന്തം മനസ്സിനെ കൂടുതൽ വ്യക്തമായി നിരീക്ഷിക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യ വീഡിയോയിൽ തന്നെ മനുഷ്യ ജീവിതത്തിൽ മനസ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും ആ ഉപനിഷത്ത് വാക്യം ഒന്നുകൂടി മനസ്സിലാക്കാം. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധ മോക്ഷയോ ബന്ധായ വിഷയ സംഗോ മുക്തൈ നിർവിഷയം മനഃ. ഒരു മനുഷ്യ ജീവിതത്തെ ബന്ധനത്തിലാക്കുന്നതും സ്വാതന്ത്ര്യത്തിലാക്കുന്നതും അവനവന്റെ മനസ്സാണ്. ആസക്തി നിറഞ്ഞ മനസ്സ് ബന്ധനത്തിലേക്കും ദുഃഖത്തിലേക്കും നയിക്കുമ്പോൾ, ആസക്തി ഇല്ലാത്ത ഒരു മനസ്സ് മനുഷ്യനെ മോക്ഷത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ആത്മീയ വളർച്ചയ്ക്ക് മനസ്സിനെ മനസ്സിലാക്കുന്നത് അനിവാര്യമാണ്. മനസ്സിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്ന സീരീസ് ആണ് നോ യുവർ മൈൻഡ് ത്രൂ വേദാന്ത എന്ന സീരീസ്. ഇതിൽ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് മനസ്സ്, വേദാന്തത്തിന്റെ നിർവചനമായ അന്ധക്കരണത്തെ കുറിച്ച് മനസ്സിലാക്കി. അന്ധക്കരണത്തിന്റെ 4 ഭാഗങ്ങളെ വിശദമായി മനസ്സിലാക്കി. ഈ ആദ്യ വീഡിയോ കാണാത്തവർ അത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം മനസ്സിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അന്ധകരണത്തിന്റെ ആദ്യ ഭാഗമായ മനസ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. മനസ്സിന്റെ 5 കണ്ടീഷൻസ്, അതിനെ ചിത്തഭൂമി എന്ന് പറയുന്നു. അതുപോലെ 3 അനുഭവങ്ങൾ, അതിനെ അവസ്ഥാത്രയം എന്നും പറയുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വേദാന്തം പറയുന്നത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കൂ എന്നാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ അന്ധകരണം അഥവാ മനസ്സ് 4 ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. മനസ്സ്, അഹങ്കാരം, ചിത്തം, ബുദ്ധി. എന്നാൽ ഇന്ന് നമ്മൾ ഒരു പടി കൂടി ആഴത്തിൽ പോയി മനസ്സിനെ കുറിച്ചാണ് വ്യക്തമായി പഠിക്കാൻ പോകുന്നത്. മനസ്സിന്റെ 5 അവസ്ഥകൾ, വേദാന്തം അതിനെ ചിത്തഭൂമി എന്ന് വിളിക്കുന്നു. അതുപോലെ ദൈനംദിനത്തിൽ മനസ്സ് കടന്നു പോകുന്ന 3 അവസ്ഥകൾ, ഇതിനെ അവസ്ഥാത്രയം എന്നാണ് വിളിക്കുന്നത്. മറ്റുള്ള അന്ധകരണത്തിന്റെ ഭാഗങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഒരു മനുഷ്യന്റെ മനസ്സ് എപ്പോഴും പല അവസ്ഥകളിൽ കൂടിയും പല അനുഭവങ്ങളിൽ കൂടിയും കടന്നു പോകുന്നു. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. വേദാന്തവും യോഗശാസ്ത്രയും മനസ്സിന്റെ 5 അവസ്ഥകളെ കുറിച്ച് പറയുന്നു. ഒരു മനുഷ്യ മനസ്സ് 5 അവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്നു. ആദ്യത്തേത് ക്ഷിപ്ത ഭൂമി, ഒരു റെസ്റ്റ്ലെസ് മൈൻഡ്, അസ്വസ്ഥമായ ഒരു മാനസികാവസ്ഥയാണിത്. രണ്ടാമത്തേത് മൂഢ മനസ്, ഡൾ മൈൻഡ്, മന്ദമായ ഒരു മനസ്സിന്റെ അവസ്ഥയാണിത്. മൂന്നാമത്തേത് വിക്ഷിപ്ത ഭൂമി, അതായത് ഡിസ്ട്രാക്റ്റഡ് മൈൻഡ്, കുറച്ച് ശ്രദ്ധയും കൂടുതൽ അശ്രദ്ധയും ഇടകലർന്നിരിക്കുന്ന മനസ്സിന്റെ ഒരു അവസ്ഥ. നാലാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഫോക്കസ്ഡ് മൈൻഡ്, ഏകാഗ്ര ചിത്തം. അവസാനത്തേത് പൂർണ്ണമായി നിയന്ത്രണത്തിൽ ഏർപ്പെട്ട ഒരു മനസ്സ്, മാസ്റ്റേർഡ് മൈൻഡ്, അതിനെ നിരുദ്ധ ഭൂമി എന്ന് വേദാന്തം വിളിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിൽ ആദ്യത്തെ 3 അവസ്ഥകൾ സാധാരണയായി എല്ലാ മനുഷ്യരിലും കാണപ്പെടുന്നു. നമ്മൾ എല്ലാവരും മനസ്സിന്റെ ഈ 3 തലങ്ങൾ, ആദ്യത്തെ 3 തലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ തലത്തിൽ നിന്ന് 4ലേക്കും 5ലേക്കും പോകാൻ നമുക്ക് സാധനകളും യോഗവും ആവശ്യമാണ്. നമ്മുടെ ആദ്യ ലക്ഷ്യം മനസ്സിനെ 4ാമത്തെ അവസ്ഥയിൽ എത്തിക്കുക എന്നതാണ്. ഏകാഗ്ര മൈൻഡ്, അതായത് ഫോക്കസ്ഡ് മൈൻഡിൽ എത്തിക്കുക എന്നതാണ്. അവിടുന്ന് ചിട്ടയായ സാധനങ്ങളിലൂടെ നമുക്ക് 5ാമത്തെ അവസ്ഥയായ നിരുദ്ധ ചിത്തം, അതായത് മാസ്റ്റേർഡ് മൈൻഡിനെ പൂർണ്ണ നിയന്ത്രണമാക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. ഈ 5 തലങ്ങളെ കുറിച്ച് വേദാന്തം വിശദീകരിക്കുന്നത്, നമ്മൾ അസ്വസ്ഥമായ ഒരു മനസ്സിൽ നിന്ന് ശാന്തവും സ്വസ്ഥവുമായ ഒരു മനസ്സിലേക്കുള്ള യാത്രയുടെ 5 പടികളായി നമ്മൾക്ക് ഇതിനെ കാണാം. ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനെ കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കാം. ആദ്യത്തേത് ക്ഷിപ്ത ഭൂമി, അതായത് റെസ്റ്റ്ലെസ് മൈൻഡ്. ക്ഷിപ്തം എന്ന വാക്ക് അശാന്തമായ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കുന്നു. ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് തുടരെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു സ്ഥിരതയും ഉണ്ടാവില്ല.
ഒരിടത്തും സ്വസ്ഥമായി ഇരിക്കാൻ കഴിയായ്ക, എപ്പോഴും എന്തെങ്കിലും ബാഹ്യ വസ്തുക്കളുടെ സാന്നിധ്യം ആവശ്യപ്പെടുക, ഇന്നത്തെ കാലത്താണെങ്കിൽ എപ്പോഴും മൊബൈൽ സ്ക്രോളിംഗ് എല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഒരു കാര്യത്തിലും മനസ്സിന് കുറച്ചു സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ഇതിനെയാണ് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ അറ്റൻഷൻ സ്പാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇന്ന് കുട്ടികളിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഈ ക്ഷിപ്ത ഭൂമി എന്ന അവസ്ഥ. അതായത് ഒരു കാര്യത്തിലും കുട്ടികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ ശാന്തിയും സമാധാനവും കുറവായിരിക്കും. വേദാന്തം ഇതിനെ രജോ ഗുണ മനസ് എന്നാണ് പറയുന്നത്. രജോ ഗുണങ്ങൾ കൂടുതലുള്ള ഒരു മനസ്സായി ഇതിനെ വ്യാഖ്യാനിക്കുന്നു. അടുത്തത് മൂഢ മനസ്, എ ഡൾ മൈൻഡ്. മൂഢം എന്നത് മന്ദമായ ഒരു മാനസികാവസ്ഥയാണ്. മനസ്സ് വളരെ ഭാരമായി തോന്നുന്നു. എപ്പോഴും ഒരു ആലസ്യവും മന്ദതയും തോന്നിക്കൊണ്ടേയിരിക്കുന്നു. ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒന്നിലും ഉത്സാഹമില്ലാതെ താല്പര്യമില്ലാതെ ഇരിക്കുന്നത്. മടുപ്പ്, ഉറക്കം, ഉത്സാഹക്കുറവ്, ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ തോന്നാത്ത അവസ്ഥ, ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. വേദാന്തം ഇതിനെ താമസിക മനസ് എന്നാണ് വിളിക്കുന്നത്. ഈ മാനസികാവസ്ഥയിൽ പഠനവും വളർച്ചയും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് വിക്ഷിപ്ത മനസ്, എ ഡിസ്ട്രാക്റ്റഡ് മൈൻഡ്. ആദ്യത്തെ രണ്ട് അവസ്ഥകളെ അപേക്ഷിച്ച് കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയാണ് ഇത്. വിക്ഷിപ്തം എന്നാൽ ഭാഗികമായി ശ്രദ്ധയുള്ള ഒരു മനസ്സാണ്. കുറച്ചു സമയത്തേക്കെങ്കിലും മനസ്സിനെ എന്തെങ്കിലും പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ കുറച്ച് താല്പര്യം കാണിക്കുന്ന ഒരു മാനസികാവസ്ഥയാണിത്. ശ്രദ്ധ, അശ്രദ്ധ എന്നീ അവസ്ഥകൾ മാറി മാറിയിരിക്കുന്നു. ഈ അവസ്ഥയിലുള്ള മനസ്സ് പല കാര്യങ്ങളും തുടങ്ങി വെക്കുന്നു, എന്നാൽ ശ്രദ്ധക്കുറവ് മൂലം പാതിയിൽ ഉപേക്ഷിക്കുന്നു. അത് വീണ്ടും തുടങ്ങുന്നു, എന്നാൽ കുറച്ചു കഴിഞ്ഞ് വീണ്ടും ഉപേക്ഷിക്കുന്നു. വേദാന്തം ഇതിനെ രജോ സത്വ ഗുണങ്ങൾ മാറി മാറി വരുന്നത് കൊണ്ടാണെന്ന് പറയുന്നു. ഇതാണ് വിക്ഷിപ്ത മനസ്. നമ്മൾ ആദ്യം കണ്ട ഈ മൂന്ന് മനസ്സുകളിലാണ് ഭൂരിഭാഗവും മനുഷ്യരുടെ മാനസികാവസ്ഥ നിലനിൽക്കുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാം. അതാണ് ഏകാഗ്ര ചിത്തം, എ ഫോക്കസ്ഡ് മൈൻഡ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ധ്യാനം, സാധനകൾ തുടങ്ങിയ ആത്മീയ സാധനങ്ങൾ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സ് ഏകാഗ്ര അവസ്ഥയിലേക്ക് മാറുന്നത് കാണാം. ഏകാഗ്രം എന്നാൽ ഒരിടത്ത് കേന്ദ്രീകരിച്ച അവസ്ഥയാണ്. മനസ്ഥിരത കൈവരിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഒരു വിഷയത്തിൽ ദീർഘനേരം ശ്രദ്ധ നിലനിർത്താൻ കഴിയുന്നു. ഗൗരവമായ പഠനങ്ങൾ ഈ അവസ്ഥയിൽ സാധ്യമാകുന്നു. ശാസ്ത്രജ്ഞർ, യോഗികൾ, കലാകാരന്മാർ എല്ലാവരും ഏകാഗ്ര മനസ്സിലാണ് പ്രവർത്തിക്കുന്നത്. ആത്മീയ വളർച്ച വേഗത്തിലാക്കാൻ ഏകാഗ്ര മനസ്സ് നമ്മളെ സഹായിക്കുന്നു. അവസാനത്തേത് നിരുദ്ധ മനസ്, എ മാസ്റ്റേർഡ് മൈൻഡ്. നിരുദ്ധം എന്നാൽ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായ ഒരു മനസ്സാണ്. അനാവശ്യമായ ചിന്തകളും അസ്വസ്ഥതകളും അലട്ടാത്ത ഒരു മനസ്സാണിത്. മനസ്സ് പൂർണ്ണമായി ശാന്തതയിലായിരിക്കും. മനസ്സിനകത്ത് നിശബ്ദത നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ഏത് ആത്മീയ സാധകന്റെയും ലക്ഷ്യം ഈ മാനസികാവസ്ഥ നേടുക എന്നതാണ്. എല്ലാ ധ്യാനത്തിന്റെയും സമാധിയുടെയും യഥാർത്ഥ ലക്ഷ്യം ഈ മാനസികാവസ്ഥ നേടലാണ്. നമ്മുടെ സ്വരൂപം വ്യക്തമാവുന്നത് ഈ അവസ്ഥയിലാണ്. നിരുദ്ധ മനസ്സ് അജ്ഞാനവും അശുദ്ധിയും നീങ്ങിയ ഒരു മനസ്സുകൂടിയാണ്. ബാഹ്യമായ പ്രശ്നങ്ങൾ ഒട്ടും തന്നെ അലട്ടാതെ ആത്മ ആനന്ദവും ആത്മസന്തോഷവും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിന്റെ ഈ 5 അവസ്ഥകളും മനസ്സിലാക്കാം. വേദാന്തം മനസ്സിനെ ഒരു തടാകത്തോട് ഉപമിച്ചിരിക്കുന്നു. നിങ്ങൾ ശക്തമായി കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഒരു തടാകത്തിന്റെ ഉപരിതലം സങ്കല്പിക്കുക. വെള്ളം എപ്പോഴും ഇളകിക്കൊണ്ടേയിരിക്കും. ഇതാണ് ക്ഷിപ്ത മനസ്, അതായത് അസ്വസ്ഥമായ ഒരു മനസ്സിന്റെ അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഈ തടാകത്തിലെ വെള്ളത്തിൽ ചെളി കലർന്നു എന്ന് സങ്കല്പിക്കുക. ചില സമയത്ത് അടിത്തട്ടിലുള്ള ചെളി കലങ്ങി മറിഞ്ഞ് വെള്ളത്തിൽ കലങ്ങാറുണ്ട്. ഇതാണ് മൂഢമായ ഒരു മനസ്സ്. നമുക്ക് ഉപരിതലം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി കാറ്റിന്റെ ശക്തി കുറേശ്ശെ കുറഞ്ഞ് തടാകം കുറേശ്ശെ അലകളില്ലാതെ ആയിത്തീരുന്ന ഒരു അവസ്ഥ. ഇതാണ് വിക്ഷിപ്ത മനസ് കൊണ്ട് വേദാന്തം ഉദ്ദേശിക്കുന്നത്. ഇവിടെ കാറ്റിന്റെ ശക്തി കുറവാണെങ്കിലും ചില കലങ്ങളും ഓളവും ഇപ്പോഴും നിലനിൽക്കുന്നു. നാലാമത്തെ തടാകത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി കാറ്റില്ലാതെ ശാന്തമായിരിക്കുന്ന ഒരു തടാകം. ഇതാണ് ഏകാഗ്രമായ ഒരു മനസ്സിന്റെ അവസ്ഥ. ഇനി നിങ്ങൾ ഇത് നോക്കൂ. കാറ്റും കോളും കലങ്ങലും എല്ലാം അവസാനിച്ച് ശാന്തമായ ഒരു തടാകം വ്യക്തമായിട്ട് നമുക്ക് അടിത്തട്ട് വരെ കാണാൻ സാധിക്കും. ഈ അവസ്ഥയാണ് നിരുദ്ധ മനസ്, പൂർണ്ണമായി നിയന്ത്രണത്തിൽ ആയ ഒരു മനസ്സിന്റെ അവസ്ഥ. പ്രിയമുള്ളവരെ, ഈ ഒരു ഉദാഹരണത്തിലൂടെ വേദാന്തം വലിയൊരു തത്വം നമുക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾ ഈ തടാകത്തിൽ കാണുന്ന മീനുകളെ ശ്രദ്ധിക്കൂ. ഇനി നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ, ഈ മീനുകൾ ഈ തടാകത്തിൽ ഇപ്പോൾ ഉണ്ടായതാണോ? അല്ല,
ആ മീനുകൾ തടാകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ വെള്ളത്തിന്റെയും മണ്ണിന്റെയും ഇളക്കം കൊണ്ടും കലങ്ങൾ കൊണ്ടും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. വെള്ളം ശാന്തമായപ്പോൾ നമുക്ക് ഈ മീനുകളെ കാണാൻ സാധിക്കുന്നു. ഇതേപോലെ നമ്മുടെ ആത്മസ്വരൂപം, സച്ചിദാനന്ദ ആത്മ എപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥതയും അശാന്തിയും കാരണം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപം വ്യക്തമായി നമുക്ക് പ്രതിഫലിക്കും. പ്രിയമുള്ളവരെ, ദയവായി തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ ആത്മസ്വരൂപം തടാകത്തിലെ മീനിനെ പോലെ കാണാൻ കഴിയുന്ന ഒന്നല്ല. അത് സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമാണ്. എന്നാൽ ശാന്തമായ മനസ്സിലാണ് അതിന്റെ പ്രതിഫലനം സംഭവിക്കുന്നത്. ശാന്തമായ മനസ്സിലാണ് അതിന്റെ റെക്കഗ്നിഷൻ, തിരിച്ചറിവ് ഉണ്ടാകുന്നത്. ഇതാണ് വേദാന്തം ഈ ഉദാഹരണത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി നമ്മൾ മനസ്സിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അന്ധകരണത്തിന്റെ ആദ്യ ഭാഗമായ മനസ്സിന്റെ 5 അവസ്ഥകൾ നാം മനസ്സിലാക്കി. സാധനകളിലൂടെയും ധ്യാനത്തിലൂടെയും മനസ്സിനെ നിയന്ത്രിച്ച് ശാന്തമായ സ്വസ്ഥമായ ഒരു മാനസികാവസ്ഥയിലെത്താൻ വേദാന്തം നമ്മളെ പഠിപ്പിക്കുന്നു. ആത്മീയ സാധനകൾ എന്ന പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അജ്ഞാനം നീക്കാനും മനോനിയന്ത്രണത്തിനും തീർച്ചയായും നിങ്ങൾക്ക് അത് ഉപകരിക്കും. ദയവായി ആ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. ഇനി നമുക്ക് അടുത്ത ഘട്ടമായ അവസ്ഥാത്രയം എന്താണെന്ന് നോക്കാം. മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഒരു ദിവസത്തെ 3 അനുഭവങ്ങളെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. സത്യത്തിൽ അവസ്ഥാത്രയം എന്നത് ശരീരത്രയം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് വിശദീകരിക്കേണ്ടത്. എന്നാൽ നമ്മൾ ഇവിടെ മനസ്സിന്റെ തലത്തിൽ നിന്നാണ് നോക്കിക്കാണുന്നത്. വേദാന്തത്തിലെ തുര്യം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ അവസ്ഥാത്രയങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കാം. ഇനി നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കൂ. പകലും രാത്രിയും ചേർന്ന ഒരു ദിവസം. നിങ്ങൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇതിനെ വേദാന്തം ജാഗ്രത് അവസ്ഥ, അതായത് വേക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഈ അവസ്ഥയിലാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നു. എന്നാൽ നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെയാണ് സ്വപ്നം ആരംഭിക്കുന്നത്. ഇതിനെ സ്വപ്നാവസ്ഥ എന്ന് വേദാന്തം പറയുന്നു, അതായത് ഡ്രീം സ്റ്റേറ്റ്. ഇനി ഗാഢനിദ്രയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. വേദാന്തം ഇതിനെ സുഷുപ്തി, ഡീപ് സ്ലീപ്പ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡ്രീംലെസ് സ്റ്റേറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ 3 അവസ്ഥകളിലും നമ്മുടെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ആദ്യത്തേത് ജാഗ്രത് അവസ്ഥ, ദ വേക്കിംഗ് സ്റ്റേറ്റ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഈ അവസ്ഥയിലാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നു. നമ്മൾ ജോലി ചെയ്യുന്നതും വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നതും യാത്രകൾ ചെയ്യുന്നതും ഇതെല്ലാം ജാഗ്രത് അവസ്ഥയിലാണ്. പുറമെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പൂർണ്ണ ബോധവാന്മാരാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും എല്ലാം ചെയ്യുന്നു. ഇതാണ് ജാഗ്രത് അവസ്ഥ. എന്നാൽ നമ്മളുടെ ശരീരത്തിന്റെ പ്രവർത്തനവും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനവും മനസ്സിന്റെ പ്രവർത്തനവും സാധ്യമാക്കുന്നത് എന്താണ്? അതാണ് കോൺഷ്യസ്നസ്, നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം. അതാണ് ഇതിനെയെല്ലാം സാധ്യമാക്കുന്നത്. അടുത്ത അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാം. അടുത്തതാണ് സ്വപ്ന അവസ്ഥ. നമ്മൾക്കറിയാം, നമ്മൾ ഒരു ദിവസത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്ന് ഉറങ്ങാൻ കിടക്കുന്നു. ഉറക്കത്തിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് സ്വപ്നാവസ്ഥയാണ്. ഇവിടെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്നു താൽക്കാലികമായി. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനവും താൽക്കാലികമായി നിലയ്ക്കുന്നു. എന്നാൽ ഇവിടെ നിങ്ങളുടെ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ രസകരമായ ഒരു കാര്യം മെഡിക്കൽ സയൻസ് പറയുന്നത്, നിങ്ങൾ സ്ലീപ്പ് സ്റ്റേറ്റ്, അതായത് ഈ സ്വപ്നാവസ്ഥയിൽ എത്തുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ശരീരവുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തുന്നു. അതിനെ റെം അറ്റോണിയ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ബന്ധം വേർപ്പെടുത്തിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ സ്വപ്നത്തിൽ ഓടുകയാണെന്ന് സങ്കല്പിക്കുക. സ്വാഭാവികമായും നിങ്ങളുടെ ശരീരം അതിനനുസരിച്ച് ചലിക്കാൻ തുടങ്ങും. ഇത് ഒഴിവാക്കാനാണ് നമ്മുടെ തലച്ചോർ ശരീരവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നത്. ഇനി ഈ അവസ്ഥയിൽ നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നു. മനസ്സിന്റെ 4 അന്ധകരണത്തിന്റെ 4 ഭാഗങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ചിത്തത്തിൽ നിന്നാണ് സ്വപ്നത്തിലേക്കുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഒരു സ്വപ്ന ലോകം സൃഷ്ടിക്കുന്നു. ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് അത് യാഥാർത്ഥ്യമായി തോന്നും. വേദാന്തം ഇതിനെ പ്രാതിഭാസികം എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ പ്രവർത്തനവും സാധ്യമാകുന്നത് എങ്ങനെയാണ്? കോൺഷ്യസ്നസ്, നിങ്ങളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം, നിങ്ങളുടെ നിത്യ ചൈതന്യം നിങ്ങളുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ റിവീൽ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുന്നു. ഇനി നമ്മൾ 3ാമത്തെ അവസ്ഥയിലേക്ക് പോകാം. ഇതാണ് സുഷുപ്തി. ഗാഢമായ ഒരു നിദ്രയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, നിങ്ങളുടെ മനസ്സും ഇവിടെ പ്രവർത്തിക്കുന്നില്ല, താൽക്കാലികമായി പ്രവർത്തനരഹിതമാകുന്നു. അപ്പോൾ ഇവിടെ എന്ത് മാത്രമാണുള്ളത്? ഇവിടെ കോൺഷ്യസ്നസ് മാത്രമേ ഉള്ളൂ.
അതുകൊണ്ടാണ് നമുക്ക് ഇത് ആനന്ദമായി തോന്നുന്നത്, ബ്ലിസ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ഗാഢനിദ്രയിൽ നിന്ന് നിങ്ങൾ ഉണർന്ന ശേഷം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഞാൻ നന്നായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്ന്. അപ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്ന അനുഭവം നമുക്ക് ഉണ്ടായി. അപ്പോൾ ഇവിടെ കോൺഷ്യസ്നസ് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ശുദ്ധ ചൈതന്യം. ഈ സമയത്ത് സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാകും. ഗാഢനിദ്രയിൽ, അതായത് സുഷുപ്തിയിൽ മനസ്സ് പ്രവർത്തിക്കുന്നില്ല, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, പിന്നെ എങ്ങനെ കോൺഷ്യസ്നസ് ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇത് ഒരുതരം അബോധാവസ്ഥയല്ലേ സംഭവിക്കുന്നത് എന്ന് തോന്നിയേക്കാം. എന്നാൽ വേദാന്തം ഇതിന് വ്യക്തമായി ഉത്തരം നൽകുന്നു. കോൺഷ്യസ്നസ് എന്നത് നിത്യമാണ്, ശാശ്വതമാണ്. നമ്മൾ ഇത് മുൻ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ജാഗ്രത് അവസ്ഥയിൽ നിങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം കോൺഷ്യസ്നസ് സാധ്യമാക്കുന്നു, അതായത് കോൺഷ്യസ്നസ് പ്രകാശിപ്പിക്കുന്നു. ഇനി നിങ്ങളുടെ സ്വപ്നാവസ്ഥയിൽ ഇന്ദ്രിയങ്ങളും ശരീരവും പ്രവർത്തിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ മനസ്സിന്റെ പ്രവർത്തനവും കോൺഷ്യസ്നസ് ആണ് സാധ്യമാക്കുന്നത്. എന്നാൽ സുഷുപ്തിയിൽ നിങ്ങളുടെ മനസ്സും പ്രവർത്തനരഹിതമാകുന്നു താൽക്കാലികമായി. അപ്പോൾ കോൺഷ്യസ്നസിന് അവിടെ പ്രകാശിപ്പിക്കാൻ ഒന്നും ഉണ്ടാവുന്നില്ല. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. നിങ്ങൾ ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിൽ കയറി എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ കയ്യ് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചാൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത്രയ്ക്കും കൂറ്റാക്കൂറ്റി ഇരുട്ടാണ് ആ മുറിയിലുള്ളത്. ഇനി എന്റെ ചോദ്യം, ഇവിടെ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയാണോ സംഭവിച്ചത്, അതോ നിങ്ങളുടെ കണ്ണിന് കാണാൻ ഒന്നും ഇല്ലാതായിരിക്കുകയാണോ സംഭവിച്ചത്? തീർച്ചയായും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടില്ല, മറിച്ച് നിങ്ങളുടെ കണ്ണിന് അവിടെ കാണാനായിട്ട് ഒന്നുമില്ല. അതാണ് സുഷുപ്തിയിൽ സംഭവിക്കുന്നത്. കോൺഷ്യസ്നസ് മാത്രമേ ഉള്ളൂ, മനസ്സും ഇന്ദ്രിയങ്ങളും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല. നമ്മൾ ആനന്ദം അനുഭവിക്കുന്നു. എന്നാൽ ഇതും താൽക്കാലികമാണ്. നമ്മൾ തിരിച്ച് വീണ്ടും ജാഗ്രത് അവസ്ഥയിലേക്ക് എത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. മനസ്സ് എന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അശാന്തമായ മനസ്സ്, അസ്വസ്ഥമായ മനസ്സ്, ശ്രദ്ധ കുറഞ്ഞ മനസ്സ്, ഏകാഗ്രമായ മനസ്സ് എന്നീ അവസ്ഥകളിലൂടെ മനസ്സ് കടന്നു പോകുന്നു. മാത്രവുമല്ല, ദൈനംദിന ജീവിതത്തിൽ സ്വപ്നാവസ്ഥ, ജാഗ്രതാവസ്ഥ, സുഷുപ്താവസ്ഥ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇതിലൊന്നും മാറാതെ നിൽക്കുന്ന ഒന്നാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം, നിങ്ങളുടെ ചൈതന്യമായ ലിമിറ്റ്ലെസ് കോൺഷ്യസ്നസ്. വേദാന്തം പറയുന്നത് എല്ലാ അവസ്ഥകളിലും എല്ലാ അനുഭവങ്ങളിലും കോൺഷ്യസ്നസ് ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. മനസ്സ് ഒരുപക്ഷെ മാറിയേക്കാം, നിങ്ങളുടെ അവസ്ഥകൾ മാറിയേക്കാം, എന്നാൽ നിങ്ങൾ എന്ന യാഥാർത്ഥ്യം, ലിമിറ്റ്ലെസ് കോൺഷ്യസ്നസ് യാതൊരു മാറ്റവുമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ കോൺഷ്യസ്നസ് ശാശ്വതമായ സത്യമാണ്, അത് നിത്യ ചൈതന്യമാണ്, നിങ്ങൾ ബ്രഹ്മമാണ്. ഇതാണ് വേദാന്തത്തിന്റെ സന്ദേശം. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മാന്യ അംഗങ്ങൾക്ക് അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി മനസ്സിന്റെ അടുത്ത ഭാഗം വീഡിയോവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.